നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തിനാ അമ്മ ഇങ്ങനെ ഒരു പാതാളത്തിലേക്ക് തള്ളിയിട്ട് പരീക്ഷിക്കുന്നത്? എനിക്ക് അമ്മയല്ലാതെ ആരുണ്ട് തുണ? ഈ പ്രശ്നത്തിൽ നിന്നും ദൈവമേ രക്ഷിക്കാൻ എന്റെ ഉദയന്നൂരമ്മ എനിക്കൊരു മാർഗം കാണിച്ചു തരണം. ദൈവമേ, ഈ സമയത്ത് ഇവിടെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്ന് എന്റെ ആണ്ടല്ലേ, ഇന്ന് ഞാൻ വരാതെ എങ്ങനെയാ പാർവതി? എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ഒരു നോക്ക് കാണണ്ടേ? എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന എന്റെ മോന് എന്റെ രൂപമോ നിഴലോ ഒന്ന് ദർശനം കൊടുക്കണം. അതിനാ ഞാൻ വന്നിരിക്കുന്നത് പാർവതി. നീ അവന് വാക്ക് കൊടുത്തതല്ലേ? ദൈവമേ, ദയവായി അമ്മ തിരിച്ചു പോണം. പൂജ നടക്കുന്ന ഭാഗത്തേക്ക് ദേവമ്മ വരരുത്. ഇത് എന്റെ അപേക്ഷയാണ്. ദേവമ്മയോടെല്ലാം മറച്ചു വെക്കാനാണോ പാറുവിന്റെ ഉദ്ദേശം? എല്ലാം തുറന്ന് പറയ് പാറു. ദേവമ്മ അവിടേക്ക് വന്ന അമ്മയെ അവര് ബന്ധിക്കും. അതിനാ അവര് സ്വാമിജിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പാർവതി. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത എന്നോട് എന്തിനാ ഈ ക്രൂരത? അതിന് മാത്രം ഞാൻ എന്ത് പാപം ചെയ്തു? വിശാലൻ എന്നെ കാണാനുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കണം. പിന്നെ പാർവതി കൊടുത്ത വാക്ക് പാഴാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് വരാൻ ഞാൻ ബാധ്യസ്ഥയാണ് മോളെ. വേണ്ട ദേവമ്മേ, വേണ്ട. ഞാൻ വേണമെങ്കിൽ ദേവമ്മയുടെ കാല് പിടിക്കാം. പൂജയ്ക്ക് ദേവമ്മ വരരുത്. പാർവതി കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം. മറ്റുള്ളവർ കൊടുക്കുന്ന വാക്കിന് വിശാൽ എന്ത് പ്രാധാന്യം കൽപ്പിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിനായി എനിക്ക് വന്നേ പറ്റൂ മോളെ. ഏത് ബന്ധനത്തിനും ഒരു മോചനമുണ്ട് മോളെ. കയറ്റത്തിന് ഒരു ഇറക്കമുണ്ടെന്ന് പറയുന്നത് പോലെ. ദൈവമേ, അയ്യോ, ദൈവമ്മ പോയോ? കേട്ടോ ചേച്ചി, സുശീലേച്ചിയുടെ മനസ്സിലിരിപ്പ് പാർവതിയുടെ സൈഡാണെന്ന്. അവള് ജയിച്ചു കാണാനാ ഉള്ളാൽ ആഗ്രഹം. പാർവതി വെറുതെ ഒന്നും പറയാറില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് അവള് പാലിച്ചിരിക്കും. അതാണ് എനിക്കും വേണ്ടത്. ഗായത്രി ചേച്ചി ഇവിടെ വരണം, ഈ സ്വാമിയുടെ മുന്നിൽ വരണം. അവളുടെ ആത്മാവിനെ സ്വാമിജി ബന്ധിക്കുന്നത് എനിക്ക് കണ്ണിറയെ കാണണം. മൃത്യു ദർപ്പണാക്ഷണം കരാളദൃഷ്ടമോക്ഷണം ശൂലദണ്ഡഭാഷദണ്ഡ പാണി പാണി കാരണം ഓം ക്ലീം. കുഞ്ഞെ, ഗായത്രി അമ്മയുടെ ആത്മാവ് വന്നോ? വന്നിട്ടില്ല, വരുമ്പോ പറയാം. കണ്ണ് കാണാത്ത ആള് പോലും ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കുക. ഇയാളുടെ കാര്യം ഓർത്ത കഷ്ടം തന്നെ. വന്നാൽ തന്നെ ഇയാൾക്ക് എങ്ങനെ കാണാൻ പറ്റും? പാർവതി, ഗായത്രിയമ്മ വന്നോ? എന്റെ അമ്മ വന്നോ പാർവതി?
വന്നെങ്കി വാ തുറന്ന് പറ. ഇങ്ങനെ അനങ്ങാക്കുറ്റി പോലെ നിൽക്കാതെ. പാർവതി, വന്നെങ്കിൽ മടിക്കാതെ പറയൂ. നീ എന്തിനാ ഭയക്കുന്നത്? ദൈവമ വന്നു. എന്റെ ദൈവമ വന്നു. വാ അമ്മേ. അമ്മേ വരൂ. പാർവതി എന്തിനാ ഞാൻ അകത്ത് വന്നെന്ന് കള്ളം പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എവിടെ ചേച്ചി? ദേവമ്മ ദാ ഇവിടെ ഉണ്ട് പല്ലവി. എവിടെ? അമ്മേ ബലിപ്രസാദം സ്വീകരിച്ചാലും. ദേവമ്മേ. അമ്മ എവിടെ? ദേവമ്മ വന്നു വിശാൽ സർ. ദാ എനിക്ക് എന്റെ അമ്മയെ കാണാൻ സാധിക്കുന്നില്ലല്ലോ പാർവതി. പാർവതി, എനിക്ക് എന്റെ അമ്മയെ കാണാൻ സാധിക്കുന്നില്ല. എനിക്കെന്നല്ല, ഇവിടെ നിൽക്കുന്ന ആർക്കും കഴിയുന്നില്ല. അയ്യോ, ആർക്കും ദൈവമേ കാണാൻ സാധിക്കുന്നില്ലേ? അപ്പോ എന്റെ പ്രാർത്ഥന ഫലിച്ചില്ലേ വിശാൽ സർ? നന്നായി. അങ്ങനെ പാർവതി തോറ്റു തൊപ്പിയിട്ടു. എനിക്ക് സന്തോഷായി. ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എല്ലാം ശുദ്ധ തട്ടിപ്പ് തന്നെ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. ഗായത്രിയമ്മ വന്നോന്ന് പാർവതി പറയുന്നതിൽ നിന്ന് ആണ്ടുപൂജകൾ അവര് സ്വീകരിച്ചു എന്നാണ് അർത്ഥം. ഗായത്രിയമ്മയെ കാണാനുള്ള ഭാഗ്യം നമുക്കില്ല എന്നും അനുമാനിക്കാം. സ്വാമിജി, എന്താ ഇതൊക്കെ? ദയവായി അങ്ങൊരു അഭിപ്രായം പറയൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.